ഓ, കൊച്ചു വെളുപ്പാൻ കാലത്ത് അങ്ങനെ കടപടാന്നൊരു സൗണ്ട് കേട്ടുണ്ട ഉണർന്നത്. നമ്മുടെ എ സിക്ക് എന്തോ കംപ്ലൈന്റ് പറ്റിയതാണെന്ന് തോന്നുന്നു. എ സി എന്ന് എന്തൊക്കെയോ കടപട കടപടാന്നുള്ള സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ദൈവമേ, എന്തുവെന്ന് ആർക്കറിയാം. അതിനിടയ്ക്ക് അവള് ബെല്ലക്കുട്ടനെ തുറന്ന് അകത്ത് കയറ്റി. രാവിലെ അങ്ങനെ നമ്മുടെ പതിവ് കലാപരിപാടികളൊക്കെ കഴിഞ്ഞു, യോഗയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബെല്ലക്കുട്ടനെ കൊണ്ട് ഒരു റൗണ്ട് നടക്കാനും ഒക്കെ പോയിട്ട് വന്നു. ഇനിയിപ്പം ഇന്നത്തെ നമ്മുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ എ സി ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇത് കണ്ടില്ലേ, നമുക്ക് ഇനി ഇതിന്റെ മണ്ടയ്ക്ക് കയറി എ സി ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇതിന് ഇന്നലെ രാത്രി കിടന്നപ്പോ തൊട്ട് ഒരു വല്ലാത്ത എന്താ എന്താ പറയുന്നേ, ഒരു സൗണ്ട് എന്തെന്ന് പറഞ്ഞുകൂടാ, കിടുകിടുകിടാന്ന്. എനിക്കൊന്ന് കരിയില വല്ലതും കയറിയതാണോ അതോ അങ്ങനെ ഈ വെളിയിൽ നിന്ന് കരിയില അകത്ത് കയറുവോ? അകത്ത് കയറാൻ സാധ്യത കുറവാണ്. പക്ഷേ സംഭവത്തിന് ഒരു കിടുകിടാന്നൊരു സൗണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെ ഞാൻ ഉണർന്നു കഴിഞ്ഞപ്പോഴേ, ഇന്നലെ രാത്രി തൊട്ട ഈ സൗണ്ട് ഉണ്ട്, പക്ഷെ രാവിലെ ഉണർന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഞാൻ അറിയുന്നത്. അപ്പം നമുക്ക് ഇന്ന് ഫുള്ള് എ സി മെക്കാനിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നടക്കാം. നോക്കട്ടെ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ശരിയാക്കാം. തീരെ നിവർത്തിയില്ലെങ്കിൽ നമുക്ക് പിന്നെ സർവീസ് സെന്ററിൽ വിളിച്ച് പറഞ്ഞ് ആളെ വരുത്തണം. പക്ഷെ സർവീസ് സെന്ററിൽ ശരിക്കും പറഞ്ഞാൽ എ സി ഒക്കെ സർവീസ് ചെയ്യുന്നതിന് 800 രൂപയാവും ഒരു എ സിക്ക്. അപ്പൊ നല്ല റേറ്റ് ആവും. നമുക്ക് ഈ ഒരു എ സിക്ക് ഉള്ളു കംപ്ലൈന്റ്, അപ്പുറത്തെ എ സിക്ക് അത്രയും വലിയ ബുദ്ധിമുട്ടില്ല, കംപ്ലൈന്റ് ഒന്നുമില്ല. എന്തോ ഒരു കിടുകിടാന്നൊരു സൗണ്ട്. എനിക്ക് തോന്നുന്നു കുറെ ദിവസമായി അതൊന്ന് സർവീസ് ചെയ്തിട്ട് അതിന്റെ പ്രശ്നമായിരിക്കാം. പൊടിയെല്ലാം കൂടെ കയറിയിരിക്കുന്നതായിരിക്കും. നമുക്ക് എന്തായാലും കയറി ഒന്ന് നോക്കിയിട്ട് വരാം. ഇത് ശരിയാക്കണമെങ്കിൽ സത്യത്തിൽ ഏണി വേണം കേട്ടോ. ഏണി ഇരിക്കുന്ന സ്റ്റെയർ കേസിന്റെ മണ്ടയ്ക്ക. അത് സത്യത്തിൽ നമ്മുടെ വർക്ക് ഏരിയയിൽ വെച്ചിരുന്ന സാധനമാണ്. അത് ടാങ്കിന്റെ മോളിൽ കയറാൻ വേണ്ടിയിട്ടേ നമ്മളിങ്ങനെ മേപ്പോട്ട് എടുത്തോണ്ട് വന്നതാ. ഇനിയിപ്പോ ഇവിടുന്ന് എടുത്തോണ്ട് നേരെ താപ്പോട്ട് കൊണ്ടുപോവാ. അയ്യേ, ഇതെന്തു ഇത് അമ്മ എന്തു ഇത് വെച്ചിരിക്കുന്നേ? ഇത് സംഭവം ഓറഞ്ചിന്റെ തൊലിയാന്ന് തോന്നുന്നു കേട്ടോ. ഇതെന്തോ ബ്യൂട്ടി സംബന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാന്ന് തോന്നുന്നു. അമ്മയാണോ അവളാന്നോ ആർക്കറിയാം. എന്തായാലും ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിന് ഏണി എടുക്കണം. അയ്യോ, ഇനി ഏണി എടുക്കണമെങ്കിൽ ഒരു തലവേദനയാണ്. സത്യത്തിലേ ഈ ഏണി സാധാരണ നമ്മള് ശരിക്കും നമ്മുടെ വർക്ക് ഏരിയയിലായിരുന്നു വെച്ചിരുന്നത്. അപ്പൊ അവിടുന്ന് ഈ സാധനം എടുത്തിപ്പം കൊണ്ടുവന്ന് സ്റ്റെയർ കേസിന്റെ ആ മുകളിൽ വെച്ചിരിക്കുക. ഇവിടുന്ന് എടുത്തുകൊണ്ട് നമുക്ക് താഴെ കൊണ്ടുവന്ന് വെക്കണം. അയ്യോ, ഒരു ഇത്തിരി ജോലിപ്പാട് കൂടുതലാണ്. അയ്യപ്പോ, അയ്യോ, ഇത് ഇവിടെ ഇരിക്കട്ടെ. നമ്മള് ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാല് ഇതിന്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാർഗറ്റ്. അയ്യോ, നമ്മളങ്ങനെ നമ്മുടെ ഏണി സെറ്റാക്കി. സത്യത്തിലേ ഞാനിത് സംഭവം പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇത് നമ്മുടെ സർവീസ് സെന്ററിൽ നിന്ന് ആള് വരുമ്പം അവന്മാര് ചെയ്യുന്നത് കണ്ടുപഠിച്ചതാ. കണ്ടുപഠിച്ചാൽ അവന്മാര് കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു കേട്ടാ. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ അനന്തക്കുട്ടന്റെ ദേവാനന്ദന്റെ പിന്നെ ട്രങ്ക് ഉണ്ടല്ലോ, ട്രങ്ക്, അത് പെയിന്റ് അടിക്കുന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചൊരു ബ്രഷാ. അപ്പം നമുക്ക് എന്തായാലും ഇതുകൂടി ഇരിക്കട്ടെ. എന്തിനാണെന്നറിയോ, നമുക്കിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും അത്യാവശ്യമാണ്. ഇതിനേതാണ്ട് 105 രൂപ 105 രൂപ വിലയുള്ള സാധനം കേട്ടോ. ഞാൻ വിചാരിച്ചൊരു 10-35 രൂപ ഉള്ളായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇനി എന്തായാലും ഇതും കൂടെ നേരെ മേളിലോട്ട് കയറിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാം. അയ്യോ, എ സി അതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. യെസ്, എ സി ഒന്ന് ഓൺ ചെയ്തു. ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് നോക്കാം, ഇതിന്റെ പരിപാടികൾ എന്തുവാന്നുള്ളത്.
അത് കേട്ടില്ലേ? ഒരു കടകടകടാന്നൊരു സൗണ്ട് കേട്ടില്ലേ? കടകടകടകടാന്നൊരു സൗണ്ട് ഉണ്ട്. അപ്പം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. നോക്കട്ടെ എന്തുവാ പരിപാടി സംഭവിച്ചെന്നുള്ളതൊന്ന് അറിയണമല്ലോ. യെസ്. അയ്യോ എൻ്റെ അമ്മോ. അയ്യോ വേണ്ടല്ലേ? ഇതിങ്ങനെ പൊക്കി വെച്ചിട്ട് ഇനി ഈ 2 നെറ്റ് നമുക്ക് എടുക്കണം. പക്ഷെ അതിനു മുമ്പ് ഇത് എവിടുന്നാണ് ഈ സൗണ്ട് വരുന്നതെന്നുള്ളതാണ് നമുക്കറിയാനുള്ളത്. അയ്യോ ഇതായി ഇങ്ങനെ അങ്ങ് താങ്ങിയിരുന്നോളും കേട്ടോ, പിടിച്ചു വെച്ചിരുന്നാല്. ഇനിയിപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സ്വിച്ച് ഓഫ് ആക്കാം. അമ്മ ഇനി വന്നേ. ഇന്നത്തെ നമ്മുടെ ക്യാമറാമാൻ ആരാന്നറിയാമോ? ക്യാമറാമാൻ അല്ല, ക്യാമറ വുമൺ ആണ്. നമ്മളെ അമ്മയാ. അമ്മ സത്യം പറഞ്ഞ എനിക്ക് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഇന്ന് അമ്മയാണ് നമ്മുടെ ക്യാമറ വുമൺ. അമ്മ റിമോട്ടിങ് എടുത്തമ്മ. ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഇന്ന് AC മെക്കാനിസം. നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇനിയിപ്പം നോക്കാം, ചിലപ്പോൾ പണി കിട്ടിയത്. യെസ് അമ്മ അതുവഴി കയറിതാ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തേക്കോ. മിക്കേ ഇതൊന്ന് ഓഫ് ആയിട്ട് കംപ്ലീറ്റ് ഒന്ന് ഓഫ് ആയിട്ടെ, കംപ്ലീറ്റ് ഓഫ് ആയിട്ട് മതി. ഞാൻ പറയാം, കയറിക്കോ. മിക്ക് ഇത് കംപ്ലീറ്റ് ഓഫ് ആയിട്ട് ഞാൻ പറയാം. നമുക്ക് ഇതിനകത്ത് എന്താ ഈ 2 നെറ്റ് ഉണ്ടല്ലോ, ഈ 2 നെറ്റ് അതിനെ അഴിച്ചെടുക്കാനുള്ളത്. അയ്യോ എന്റെ പൊന്നോ, ഇതിനെ അഴുക്കുണ്ടോ? എന്റെ അമ്മേ ഒന്നും പറയണ്ട. അയ്യ നല്ല അഴുക്കാണ് കേട്ടോ. വേണ്ടേ ഞാനതിപ്പോ കാണിച്ചു തരാം കേട്ടോ. വേണ്ടേ ഇത് ശരിക്കും പറഞ്ഞാല് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സാധനമാണ്. അതിന്റെ കളർ കണ്ട, അത് നല്ല, ഈ നെറ്റ് നല്ല അഴുക്ക് പിടിച്ചിരിക്കുക. ഇനിയിപ്പോ ഇത് നമുക്ക് ക്ലീൻ ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് ഇതിനകത്തെ സെറ്റൊക്കെ ഒന്ന് ബ്രഷ് ഇട്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കളഞ്ഞേക്കാം. അയ്യോ പ്ലാസ്റ്റിക്കിന്റെ എന്തോ സാധനമൊക്കെ വേണ്ട ഇളകി വരുന്നു. ദൈവമേ, ഒന്നാമത്തെ കാര്യം സത്യം പറഞ്ഞ ഇതിന്റെ കിടുമതികളൊന്നും അറിയാൻ വയ്യാത്തോണ്ടേ നമുക്കൊരു പേടിയുണ്ട്. ഇതിന് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കുഴപ്പം പറ്റിയാൽ ഗ്യാരണ്ടിയെ ഒക്കെ ബാധിക്കും. അവര് പറഞ്ഞ അങ്ങനെ കുഴപ്പമൊന്നും വരത്തില്ലെന്നാണ് പറഞ്ഞത്. നമ്മുടെ ആ പിള്ളേര് പറഞ്ഞ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇതിപ്പോ ചെയ്യുന്നത്. അവസാനം 800 രൂപ ലാഭിക്കാൻ പോയിട്ട് ഏറി മൊത്തം മാറ്റി വെക്കേണ്ട ഗതികേട് വരരുത്. അയ്യോ ഇപ്പോഴേ ഈ AC ഓൺ ചെയ്തുകൊണ്ട് ഇതിനൊരു ചെറിയ നനവുണ്ട് കേട്ടോ. ആ വെള്ളം തണ്ട് ഇതിലൊക്കെ പിടിച്ചിട്ട് ആ അഴുക്കും നണ്ട പിടിക്കുന്നുണ്ട്. ഒരു തുണി വെച്ച് ഇനി ഇത് തുടയ്ക്കണം. അയ്യോ ഇവിടെ എല്ലാം കണ്ട ആ അഴുക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒക്കെ ഒന്ന് ക്ലീനായി വന്നിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, ഇത് ഇത്രേ സംഭവമുള്ളൂ. പക്ഷെ ചെറുതായിട്ട് അഴുക്ക് കയറിയാലും കുറേ നമുക്ക് മെനക്കേടാണ്. സംഭവം കിരികിരികിരാന്ന് സൗണ്ട് കേൾക്കുകയും
ഇതുകൊണ്ട് അങ്ങ് മാറിയാ മതിയായിരുന്നു. നോക്കട്ടെ നീ ഇതിനകത്ത് വല്ലതും ഉണ്ടോ. ഇതിനകത്ത് അന്ന് പറഞ്ഞത് ഇവിടുത്തെ ഒരു എന്തോ ഒരു നട്ടോ എന്തോ പോയിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അവര്. അത് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിടിച്ചു വെച്ചപ്പോഴെന്തോ സംഭവിച്ചതാണെന്നാണ് പറഞ്ഞത്. കരിയിലൊന്നും കയറിയിട്ടില്ല കേട്ടോ, അതിന്റെ കടകടപ്പൊന്നും അല്ല. കാരണം ദാണ്ട് ഇവിടെ ഒരെണ്ണം ഇളകിയിരിക്കുക കേട്ടോ. ഇത് മറ്റേതിന്റെ കൂട്ടെ ടൈറ്റായിട്ടിരിക്കുക അല്ല കേട്ടോ സംഭവം. അതുകൊണ്ട് ഇവിടെ ഇവിടെ ഒരു സംഭവം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കേട്ടാ. അമ്മ അതിങ്ങനെ ഉണ്ടെന്ന് ഇവിടെ. ഇതാണ് ഇതിന്റെ കംപ്ലൈന്റ്. ഇതാ ഈ അതായത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണ്ട് ഈ സാധനം ഇത് കണ്ട ഇളകിയിരിക്കുകയാണ്. കണ്ട ഈ സംഭവം ഇളകിയിരിക്കുക. ഇതിവിടെ സത്യം പറഞ്ഞ ഇതിന്റെ ഹോളില് ഫിക്സ് ആയിട്ടിരിക്കേണ്ടതാ. ഇവിടെ മുകളിലൊരു ഹോളുണ്ട്, ആ ഹോളില് ഫിക്സ് ആയിട്ടിരിക്കേണ്ടതാണ്. അതാണ്ട് ഇത് കണ്ട ഇതൊക്കെ ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇത് കണ്ടോ ഇളകിപ്പോയി. ഇതൊക്കെ നല്ല ടൈറ്റ് ആയിട്ടിരിക്കുക. അതാണ്ട് ഇവിടെ ഒരു ഹോളുണ്ട്, ഇത് പിടിച്ച് ഈ ഹോളിലോട്ട് കയറ്റിയിടണം. അയ്യോ അയ്യോ ഇത്തിരി മെനക്കേട് പിടിച്ച പണിയാ. കേറുമോ എന്തോ. ഇതെനിക്ക് തോന്നിയത് പൊട്ടിപ്പോയതാ ഇതിന്റെ സംഭവം കേട്ടോ. ഇത് മിക്കവാറും നമുക്ക് മൊത്തത്തിൽ മാറേണ്ടി വരും. തലവേദന കേസാണ്, തലവേദന പിടിച്ച കേസാണ്. ഇത് സംഭവം ഇപ്പൊ ഞാൻ കേറി നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായത് ഇത് അഴുക്കിന്റെ വിഷയമൊന്നും അല്ല. എങ്കിലും നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. ഈ സംഭവത്തില് ദാണ്ട് ഇവിടെ ഇതിന്റെ ഈ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും പോകുന്ന രണ്ട് സംഭവം ഉണ്ടല്ലോ, അതില് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആ സംഭവത്തില് സ്വിങ്ങില് എന്തോ കംപ്ലൈന്റ് പറ്റിയാണ്. സ്വിങ്ങിന്റെ ആ ഒരു ബ്രഷ് ഉണ്ടല്ലോ, അതില് എന്തോ കംപ്ലൈന്റ് പറ്റിയതാണ്. നോക്കട്ടെ, എന്തായാലും നമുക്കിനിയിപ്പം ഇത് ക്ലീൻ ചെയ്ത് കയറ്റിയിടാം. മറ്റേത് നമ്മളെ കൊണ്ട് ശരിയാക്കാൻ പറ്റുന്ന പരിപാടിയല്ല. കാരണം അത് നമ്മളെ കൊണ്ട് ശരിയാക്കാൻ പറ്റത്തില്ല എന്നല്ല, ആ സാധനം എനിക്ക് തോന്നുന്നു ഓൾറെഡി മാറേണ്ടി വരും. മാറി വെച്ചെങ്കിലേ മിക്കവാറും ശരിയാവുള്ളൂ. നമുക്കെന്തായാലും തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്തിടാം. തീരെ നിവൃത്തിയില്ലെങ്കിൽ മാറ്റി വെക്കാം. അവരന്ന് എനിക്ക് പറഞ്ഞത്, എനിക്ക് തോന്നുന്നത് ഇത് മൊത്തത്തിൽ പാർട്സായിട്ട് മാറാൻ പറ്റൂ എന്നാണ് അവര് പറഞ്ഞത് കേട്ടോ. ഇതിപ്പോ കുറെ കാശ് പോക്കാ എന്റെ. അയ്യോ എന്റെ അമ്മോ, ഇനിയിപ്പോ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. അയ്യ ഇത് കണ്ടോ, ഇതേല് ഇതാ വരയ്ക്കുമ്പം വരുന്ന കണ്ട എന്റെ പൊന്നോ, എന്തുമാത്രം പൊടി. അതാണ്ട് ഇതിങ്ങനെ വരയ്ക്കുമ്പോഴേ ഇത് അറിയത്തുള്ളൂ കേട്ടോ, ഇതിനകത്തെ പൊടികളെ. എന്റെ പൊന്നോ, ഇത്രയും പൊടി. ഇത് കുറെ സമയം എടുക്കും കേട്ടോ. ഇതിങ്ങനെ ഓരോന്നായിട്ട് വെള്ളം ഒഴിക്കാനേ കാര്യമായി. ദൈവമേ, വെള്ളം ഒഴിച്ചിരുന്നെങ്കിൽ വീണ്ടും പണി കിട്ടീനെ. ആദ്യം ഇത് തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യാം. എന്തൊരു പൊടിയാ. അതാണ്ട് തറ കണ്ടോ കിടക്കുന്നേ. എന്റെ പൊന്നോ, ഒന്നും പറയണ്ട. നമ്മുടെ മുറിയിലെ അപ്പൊ എന്തുമാത്രം പൊടിപടലം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയാ കേട്ടോ. സത്യം, ആ വാക്വം ഇടയ്ക്കിടയ്ക്കേ വാക്വം ക്ലീനർ വെച്ച് ഇതെല്ലാം ഒന്ന് വാക്വം ചെയ്യണം. ഇല്ലെങ്കിൽ നല്ല അഴുക്കാണ് കേട്ടോ. അഴുക്കല്ല, പൊടിയാണ് കേട്ടോ. ചുമ്മാ അല്ല, വല്ല ആസ്മയൊക്കെ ഉണ്ടാകാതിരിക്കുന്ന ഭാഗ്യം കേട്ടോ.
നമ്മൾ ഏകദേശം ഇത് കംപ്ലീറ്റ് ബ്രഷ് ഇട്ട് തൂത്ത് കളഞ്ഞിട്ട് കണ്ടില്ലേ, എന്നാ പൊടിയാ കണ്ടില്ലേ. കാരണം ആദ്യമേ വെള്ളം ഒഴിക്കാൻ ഞാൻ കാര്യമായി കേട്ടോ. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് അവയിലോട്ട് അങ്ങോട്ട് പറ്റി പിടിച്ചിട്ട് മൊത്തത്തിൽ കുളവായേനെ. ഇതിപ്പോ കംപ്ലീറ്റ് തൂത്ത് കളഞ്ഞ് ഇത് കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം ചെയ്യുന്ന നല്ലത് കേട്ടോ. ഈ ബ്രഷ് എന്തായാലും വലിയൊരു ഉപകാരമായി കേട്ടോ. നല്ല നല്ല സോഫ്റ്റ് ബ്രഷാ. എന്റെ ദൈവമേ, ഇതിന്റെ പൊടി കണ്ടോ, വല്ല ആസ്മയും പിടിക്കാതിരുന്ന കാര്യം കേട്ടോ. നമ്മുടെ റൂമിലൊക്കെ അപ്പൊ ഇത്രയും പൊടിയുണ്ട്. ഇത് സത്യം പറഞ്ഞ റൂമൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മള് ശരിക്കും പറഞ്ഞാൽ വാക്വം ചെയ്തെടുക്കണം കേട്ടോ. ഇതൊരുമാതിരി വല പോലിരിക്കുന്ന സാധനം. ഇതെന്താണോ എന്തോ ആ നെറ്റിനകത്ത് നിറച്ചു പറ്റി പിടിച്ചിരിക്കുക. എന്തെല്ലാം മെനക്കേടാന്ന് കേട്ടാ. ഈ തറയെ കിടക്കുന്നത് കംപ്ലീറ്റ് ഇതെല്ലാം ഈ വലയാ കേട്ടോ. എന്തുമാത്രം പൊടിയാ. ഇനിയിപ്പം നമുക്ക് പൊടിയെല്ലാം തൂത്ത് കളഞ്ഞതിന് ശേഷം ഇനി നമുക്കിത് നന്നായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. വെള്ളം സത്യം പറഞ്ഞാൽ ഇത് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ സർവീസിന് വരുന്നവര് സാധാരണ ഇങ്ങനെ തട്ടിക്കുടഞ്ഞെല്ലാം കളഞ്ഞിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കും. അതുകൊണ്ട് നമ്മളും ഇതൊന്ന് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാമെന്ന് വെച്ചു. അങ്ങനെ കംപ്ലീറ്റ് എല്ലാം ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് നേരെ കൊണ്ടുവന്ന് വെയിലത്ത് വെച്ച് ഉണക്കാം. നമ്മുടെ ബെല്ലക്കുട്ടനും എന്റെ പുറകെ ചാടി വരുന്നുണ്ട്. ആശാൻ ഇനി അത് കടിച്ചെടുത്തിട്ട് പോവാതിരുന്ന ഭാഗ്യം. അവന് കളിക്കാനുള്ള സാധനമെന്നും പറഞ്ഞേ. ഇനിയിപ്പം ഇത് നല്ല വെയിൽ കൊണ്ടൊന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിയിട്ട് നമുക്കിത് തിരിച്ചു കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്യാം. അയ്യോ, എന്തായാലും അത്രയും പണി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ നെറ്റ് രണ്ടും ഉണങ്ങി റെഡിയായി കിട്ടി. ഇനിയിപ്പം ഇത് കയറ്റി അവയിലോട്ട് ഇടുന്ന ഒരു പാടേ ഉള്ളൂ. ഇത് കയറ്റി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇങ്ങനെ ഇതിന് ഈ പോർഷനിൽ ഇങ്ങനെ ഒരു വെട്ടുണ്ട്. ഈ വെട്ട് അടിയിലേ വരാവൂ. ഈ പോർഷനിൽ വെട്ടില്ല. അപ്പൊ ഈ പോർഷനാണ് മേളിൽ കയറ്റി ഇടേണ്ടത്. ഈ പോർഷൻ അടിയിലേ വരാവൂ. അത് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കാൻ, വേറെ ഒന്നുമില്ല. ഇനിയിപ്പോ നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം സംഭവം. അയ്യോ, നന്നാവുമോ ഇല്ലയോ, ശബ്ദം മാറുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഇതിനകത്ത് തന്നെ കയറ്റിയിടാം. ഇവിടെ ഇങ്ങനൊരു റൗണ്ട് ഉണ്ട്. ഈ റൗണ്ടിനകത്തോട്ട് വെച്ചിട്ട് യെസ്, പറ്റി. ഇതിലെന്തൊക്കെയോ സാധനം ഇങ്ങനെ മെഴുകുപോലെ കേട്ടാ. AC-യുടെ പാർട്സ് ആണോ എന്തോ, എന്തോ ഒരു മെഴുകു പോലൊരു സാധനം. അതിനെയും പണിയാകാതിരുന്നാൽ മതി. ഇതിങ്ങനെ ഇങ്ങോട്ട് പതുക്കെ ഇങ്ങനെ തള്ളി ഇതിങ്ങനെ അകത്തോട്ട് കയറ്റിയിട്ടിട്ട് ഇതിങ്ങനെ ഇതിനിടയ്ക്കോട്ട് ഇങ്ങനെ വലിച്ച്, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കോട്ട് വലിച്ച് ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് കയറ്റിയിടാനൊക്കെ വളരെ ഈസിയാണ്. പക്ഷേ ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇത് ചെറിയ പൊടിയൊക്കെ ഉണ്ട് കേട്ടാ. കുഴപ്പമില്ല. ഇനിയിപ്പോ നമുക്ക് അടുത്ത പ്രാവശ്യം ഇടയ്ക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം. എന്തായാലും ഇതിനിപ്പം മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ലീൻ ചെയ്യുന്ന പരിപാടി വെച്ചേ പറ്റുള്ളൂ. എൻ്റെ അമ്മോ, എന്തുമാത്രം അഴുക്ക ഇതിനകത്ത്. അയ്യോ, നമ്മുടെ റൂമിലൊക്കെ ഇത്രയും പൊടിയുണ്ടെന്നുള്ളതേ നമുക്ക് ഇപ്പോഴല്ലേ അറിയാൻ പറ്റിയില്ലേ. യെസ്, ഇത്രയേ ഉള്ളൂ സംഭവം. ഇനിയിപ്പോ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് വലിച്ചിട്ട് ഇത് അടയ്ക്കുന്നതിന് എന്തോ ഒരു ടെക്നിക്ക് ഉണ്ട് കേട്ടോ. സംഭവം ഇങ്ങോട്ട് വലിച്ചിട്ട് യെസ്, കറക്റ്റ് വെച്ച് അങ്ങ് അടച്ചു. അപ്പം ഏകദേശം നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം. ജസ്റ്റ് ഈ തുണിയിട്ട് ഇതൊന്ന് തുടച്ചേക്കാം ഇതിന്റെ ചുറ്റിനും. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ വേർപ്പോടൊക്കെ എടുത്ത തോർത്താ കേട്ടോ. ഇതിനി നമുക്ക് നനയ്ക്കാം, കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ കയറുമ്പോഴേ സത്യം പറഞ്ഞാൽ ഇത് വൃത്തിയാക്കത്തുള്ളൂ. അല്ലാത്തപ്പോ ഈ ഭാഗത്തോട്ടൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറേ ഇല്ല. അയ്യോ, താണ്ട് ഇവിടത്തേക്ക് വല കണ്ടില്ലേ. ഈ പൊടിയും വലയൊക്കെയാണ് ഇതിനകത്ത് കയറുന്നത്. എൻ്റെ അമ്മോ, ഇതങ്ങ് അടച്ചു വെച്ചേക്കാം അല്ലേ. ഇതിങ്ങനെ അടഞ്ഞായിരുന്നത്
ഇപ്പം പക്ഷെ അടയുന്നില്ല. ഇനിയിപ്പോ AC ഓൺ ചെയ്തെങ്കിലേ അത് അടയത്തുള്ളായിരിക്കും. ഇനി നമുക്ക് സൗണ്ട് വരുമോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അയ്യപ്പോ കണ്ടടേ. അങ്ങനെ സൗണ്ട് ഇല്ല, നമ്മുടെ പരിപാടി സക്സസ് ആയിരിക്കുന്നു. അങ്ങനെ ഞാനും ഒരു AC മെക്കാനിക്കായി. AC-യുടെ ഏകദേശം ചെറിയ മെക്കാനിക്സ് ഒക്കെ ഞാനും പഠിച്ചു. ഇപ്പൊ എന്തായാലും കുറെ സൗണ്ട് ഇല്ലെന്ന് തന്നെ പറയാം. നല്ല സൈലന്റ് ആയിട്ടുണ്ട്. ദൈവം ഇത് നേരത്തെ ഒന്ന് വൃത്തിയാക്കേണ്ടിയായിരുന്നു കേട്ടോ. അപ്പോ NSJD ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.